ഉത്സവകാലം വരുമ്പോൾ സ്വന്തം ആന മദപ്പാടിൽ ആവുകയും അതിൻ്റെ സ്ഥാനത്ത് പുറത്തുനിന്നും മറ്റാനകളെ ആഘോഷങ്ങൾക്കായി കൊണ്ടുവരികയുമൊക്കെ ചെയ്യുന്നത് പല ക്ഷേത്രങ്ങളിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ ഇത്തരം അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് ആനകൾക്ക് മതിയായ വിശ്രമം നൽകുന്ന അമ്പലങ്ങളുമുണ്ട്. മാവേലിക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിലാണ് അവിടുത്തെ ആനയായ ഉണ്ണികൃഷ്ണൻ്റെ മദപ്പാട് കാലം. ക്ഷേത്രം അധികൃതർ അതിൽ വേവലാതിപ്പെടുകയോ മദപ്പാട് കാലം ദീർഘിപ്പിച്ച് ആനയെ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലും. അമ്പലത്തിലെ ലക്ഷണമൊത്ത കൊമ്പനായ തിരുനക്കര ശിവന് സ്വന്തം തേവരുടെ തിടമ്പെടുക്കുവാൻ മിക്ക ഉത്സവകാലങ്ങളിലും കഴിയാറില്ല. ഭക്തർക്കും ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും ഇതിൽ വേദനയുണ്ടെങ്കിലും സത്യസ്ഥിതി അംഗീകരിക്കുവാനുള്ള മനസ്സുള്ളവരാണിവർ. ഈ തിരിച്ചറിവാണ് മറ്റുള്ളവർക്കും ഉണ്ടാകേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കം കിട്ടുന്ന തൃശ്ശൂർ പൂരത്തിന് കേരളത്തിലെ തന്നെ മികച്ച ആനകളിലൊന്നായ നാണു എഴുത്തച്ഛൻ ശ്രീനിവാസന് പ്രവേശനം കിട്ടുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശ്രീനിവാസൻ്റെ മദപ്പാട് കാലമാണ് പൂരക്കാലം. വേണമെങ്കിൽ ചില പൊടിവിദ്യകളിലൂടെ ആനയെ ക്ഷീണിപ്പിച്ച് വേദിയിലെത്തിക്കാം, ആരും അറിയില്ല. എന്നാൽ നല്ല ആന മുതലാളിമാരായ നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പുകാർ അതിനൊന്നും മുതിരാറില്ല. പണത്തിനും പ്രശസ്തിക്കും അപ്പുറം സ്വന്തം ആനയുടെ ആരോഗ്യത്തിനാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ ഈ അമ്പലത്തിലെ തിരുവനന്തപുരം നമ്മുടെ ശ്രീബാല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ എല്ലാ എഴുന്നള്ളപ്പിലും കാർത്തികനെ പങ്കെടുപ്പിക്കാറുണ്ട്. വൃശ്ചിക മാസത്തിലെ 30 ദിവസത്തെ എഴുന്നള്ളപ്പ്, മീന മഹോത്സവത്തിലെ 9 ദിവസത്തെ എഴുന്നള്ളപ്പ്, തൈപ്പൂയ മഹോത്സവത്തിന് എല്ലാവിധ ചടങ്ങുകൾക്കും നമ്മുടെ ആനയാണ് എഴുന്നള്ളിക്കാറ്. ഒരു വർഷം ഒരു സീസണിൽ 110 ഉത്സവ മേളകളിൽ വരെ കാർത്തികേയനെ എഴുന്നള്ളിച്ചതായ റെക്കോർഡുണ്ട്. ഇപ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രം വക ആനകളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള, അതായത് ഒരു ക്ഷേത്രോത്സവത്തിന് എഴുന്നള്ളിക്കപ്പെടേണ്ടുന്ന ആനകളെ പരിഗണിക്കുമ്പോൾ ആദ്യമായി ഒരു ചോയ്സ് വരുന്നത് കാർത്തികേയനെ തന്നെയാണ്. ഒരു വർഷം ഏകദേശം 11 മാസത്തോളം അവൻ ശാന്താവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഈ 11 മാസവും ദേവസ്വം ബോർഡിന് നമ്മുടെ കാർത്തികേയൻ്റെ സേവനം വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്താവുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇന്നും. ഇപ്പോൾ അവൻ്റെ ഏറ്റവും പുഷ്കലമായ കാലമാണ്. കാരണം ഒരു ആനയുടെ ആയുസ്സിനെ സംബന്ധിച്ചിടത്തോളം 30 വയസ്സിനും 60-65 വയസ്സിനും ഇടയ്ക്കാണല്ലോ അവൻ ഏറ്റവും കൂടുതൽ ഐശ്വര്യവും തലയെടുപ്പും അതുമാതിരി തന്നെ എഴുന്നള്ളിപ്പിനുള്ള ഒരു ആർജവുമൊക്കെ ഉണ്ടാകുന്നത്. ആ അവസ്ഥയിലാണ് കാർത്തികേയൻ. കാർത്തികേയൻ്റെ ധാടിയും മോടിയും എഴുന്നള്ളിപ്പിനുള്ള ആർജവും കണക്കിലെടുത്ത് തിരുവനന്തപുരം കേന്ദ്രമായി നടത്തപ്പെടുന്ന കാഞ്ചീപുരം ഗജമേളയിൽ കാർത്തികേയന് ഗജരാജപ്പട്ടം നൽകി ആദരിക്കുകയുണ്ടായി. ഇവിടുത്തെ ആനയാണ് ഇവിടെ എഴുന്നള്ളിക്കാൻ എല്ലാ വിശേഷങ്ങൾക്കും എഴുന്നള്ളിപ്പിനെല്ലാം ഈ ആനയാണ് നമ്മൾ ഉപയോഗിക്കാറ്. വളരെ നല്ല രീതിയിൽ എത്ര പരിചയമില്ലാത്തവർക്കും ആനപ്പുറത്ത് കയറാനൊക്കെ വളരെ സൗകര്യമായിട്ട് വളരെ കാലൊക്കെ മടക്കി ഭംഗിയായിട്ട് കയറാനുള്ള സൗകര്യത്തിന് ഇത് വരും. യാതൊരു പ്രശ്നമില്ലാത്ത ആനയാണ്. തുമ്പി നീളം കുറഞ്ഞ ആന എന്നൊരു ചെറിയ ന്യൂനത ഒഴിച്ചാൽ കാർത്തികേയനെ ആരും കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തില്ല. മികച്ച മുന്നരങ്ങുള്ള കാർത്തികേയന് എടുത്തകന്ന കൊമ്പുകളും തേൻ കണ്ണുകളുമുണ്ട്. ശരിയായ ശിക്ഷണവും സംരക്ഷണവും കിട്ടിയാൽ ഇവൻ്റെ ചില്ലറ കുറുമ്പുകളും മുൻശുണ്ടിയും പിടിവാശിയുമെല്ലാം കുറയും. അത്തരമൊരു നല്ല കാലത്തെ സ്വപ്നം കാണുകയാണ് ഇവനും. ഇപ്പോൾ 2-3 മാസമായിട്ട് കാർത്തികേയൻ സുഖ ചികിത്സയ്ക്ക് വിധേയനായി ഈ കൊട്ടാരം വളപ്പിൽ തന്നെ കെട്ടിയിടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവൻ പൂർവ്വസ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞു. ഇനി മുതൽ എഴുന്നള്ളിപ്പിൻ്റെ ഒരു സീസൺ തന്നെ ആരംഭിക്കുകയായി. കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം ഇനി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലുള്ള എല്ലാ ഉത്സവങ്ങളിലും ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന ഒരു ഗജവീരൻ തന്നെയായിരിക്കും കാർത്തികേയൻ. ഇനി കാർത്തികേയന് തിരക്കിൻ്റെ കാലമാണ് വരാൻ പോകുന്നത്. അത് ശരിയായി ഭവിക്കട്ടെ. നമുക്കും അതിനായി കാത്തിരിക്കാം.